കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായിൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പൂർമയിൽ കണ്ടു. വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. അപ്പൊ പയ്യന്നൂർക്കാരായ ആൾക്കാരുടെ ആ ഒരു സ്വപ്നമാണോ തിരികെ പ്രജിൻ സി കണ്ണൻ അങ്ങോട്ട് ചെല്ലണമെന്ന്? അതാണോ അറിഞ്ഞൂടാ, ഓടിച്ചു വിടാനാണോ അറിഞ്ഞൂടാ. നമ്മുടെ അനിൽ പനശൂരാന്റെ വരികളാണ് അതിമനോഹരമായി പാടി. താങ്ക് യു. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. നമ്മൾ ഇന്നുള്ളത് വൈറ്റിലക്കടുത്താണ്. ഇവിടെ കുന്നറ പാർക്ക് എന്ന് പറയുന്ന പാർക്കിലാണ് നമ്മളുള്ളത്. മുമ്പും നമ്മളിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ഇത് രണ്ടാം തവണയാണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ നല്ല ഒരു പാർക്കാണെന്ന് അറിയാം. ഇതിനോടകം പ്രേക്ഷകർ കണ്ട പാർക്കാണ്. അപ്പോൾ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഡേറ്റ് പറഞ്ഞു തുടങ്ങാം. മെയ് 2 വെള്ളിയാഴ്ചയാണ്. മേഡം 19 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ഹാരി പോട്ടർ ഡേ ആണ്. അപ്പോൾ ഹാരി പോട്ടറിന്റെ ഫാൻസിനെല്ലാം ആഘോഷിക്കാം. ഇത് 2012 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ആണ് മെയ് 2 ഹാരി പോട്ടർ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. 8ഓളം സിനിമകളുണ്ട്. അപ്പോ ജെ.കെ. റൗളിംഗിന്റെ ഒരു കഥയും നമുക്കറിയാം. ഒരുപാട് നോവലുകളുമായി ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി അവസാനമാണ് ഈ ഹാരി പോട്ടർ ക്ലിക്ക് ആവുന്നത്. ഏറ്റവും അധികം ഒരു ഓഥറിന്റെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സീരീസ് കൂടിയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഹാരി പോട്ടർ ഡേ ഹാരി പോട്ടർ ഫാൻസിനും അല്ലേ അതെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങാം. അപ്പോൾ വാർത്തകളുണ്ട് ഒരുപാട്. വിഴിഞ്ഞത്തെ കമ്മീഷനിങ് ഇന്നാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേക വാർത്തകളും വിശേഷങ്ങളും നിറഞ്ഞൊരു ദിവസമായിരിക്കും ഇന്ന്. 3 മാസത്തെ സമരത്തിന്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഈ വൈകിയതിനെ കുറിച്ച് പറയുന്നത്. ആകെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് 4 വർഷമായിരുന്നു. എന്നാൽ 5 വർഷം ഇപ്പോൾ വൈകി. അതിനൊരു ഓഖിയും ഇത് പഴിക്കുമ്പോൾ സർക്കാർ മോണിറ്റർ ചെയ്യേണ്ടത്, സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററിന്റെ ചുമതല നിർവഹിച്ചോ എന്നുമാണ് കാണേണ്ടത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത് കേരളത്തിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയും ലോജിസ്റ്റിക്സ് മൂവ്മെന്റും എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല, നടക്കുന്നില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല 2019 ഡിസംബറിൽ പൂർത്തീകരിക്കുമായിരുന്നു. എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ സർക്കാർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാത്തതിന്റെ കുറ്റബോധത്തോടുകൂടി വേണം ഈ ഗവൺമെന്റ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടത്. അദാനിയുടെ പാർട്ടാണ് തുറമുഖ നിർമ്മാണം. അതവര് പൂർത്തീകരിച്ചു. വൈകിട്ടാണ് പൂർത്തീകരിച്ചത് എങ്കിലും അത് പൂർത്തീകരിച്ചു. അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇനി എന്നാണ് റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കുന്നത്, റോഡ് കണക്ടിവിറ്റി ആരംഭിക്കുന്നത്, ഫിഷിംഗ് ഹാർബർ, സീ ഫുഡ് പാർക്ക്, ഇതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തുടർച്ചയായ നടപടികൾ, സമാനതകളില്ലാത്ത വളരെ ആസൂത്രിതമായി അദ്ദേഹം എടുത്തിട്ട് 5 വർഷം കൊണ്ട് എത്ര അനുമതികൾ, 2 വർഷം നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തി, പാരിസ്ഥിതിക അനുമതി നേടി, ഗ്രീൻ ട്രൈബ്യൂണലിലും സുപ്രീം കോടതിയും വരെ ഉണ്ടായിരുന്ന കേസുകൾ വളരെ സൂക്ഷ്മമായി ആ കേസുകൾ നടത്തി അതിൽ വിജയിച്ചു. അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലിയറൻസുകളും UPA സർക്കാരിൽ നിന്ന് നേടി. ഈ അടുത്ത് വന്ന ഗവൺമെന്റിൽ നിന്നാണ് പരിസ്ഥിതി അനുമതി നേടിയിട്ടുള്ളത്. എല്ലാം നേടി ടെൻഡറിലേക്ക് പോയി. ഒരേ ഒരു സ്ഥാപനം, ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളത്. എങ്കിലും അവരെ ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും മറ്റൊരു വിജയമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം ഈ ഉദ്ഘാടനം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ചാണ്ടി തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. മന്ത്രി പറയുകയാണ്
അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അടുത്ത ദിവസം പ്രതിഷേധം വലിയ ഉണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തുവിടുന്നു. മന്ത്രിക്ക് വിളിക്കാം, മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു, പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്തത്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് കരാർ ഒപ്പിടുന്നതിന് പോകുന്നത്. അന്ന് ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അന്ന് CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ തോമസ് ഐസക്കുമാണ് പങ്കെടുത്തത്. അവരതിലൊന്നും പറഞ്ഞില്ല. എങ്കിലും അന്നത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഡിസന്റ് നോട്ട് കൊടുക്കുകയാണ് ആ യോഗത്തിൽ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാർ 6000 കോടിയുടെ അഴിമതിയാണെന്നും ഇത് അദാനിക്ക് തീരെഴുതുന്നും എല്ലാം പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കും. ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയാണ്. അപ്പൊ ഈ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് കേരളത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു നടപടിയല്ല. CPM-ന് ഭൂഷണമായിരിക്കാം, പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല. തീർച്ചയായിട്ടും ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസം. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിയായ സന്തോഷമായ കാര്യമാണ്. കേരളത്തിലെ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കല്ല് മാത്രം, ഇത് സ്ഥിരം ഒരു പല്ലവിയായി, ഒരു ക്യാപ്സ്യൂളായി ഇന്ന് CPM മാറ്റിയിരിക്കുക. ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ് CPM-ന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. 2004 അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ പൂർണ്ണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ്. 2004 തുടങ്ങി 2006 വരെ അദ്ദേഹത്തിന്റെ ശ്രമം നടന്നു. പക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കാരണമാണ് അന്ന് അത് പൂർത്തിയാകാതെ പോയത്. തുടർന്ന് നിന്ന ഇടതുപക്ഷ സർക്കാർ, VS അച്യുതാനന്ദ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണതയിലെത്തിയില്ല. കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത്. നിങ്ങൾക്കറിയാം, ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല. ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. വികസനം വന്നില്ലേനും കുഴപ്പമില്ല, സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു. എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ. ആർക്കിടെക്ചർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ. എന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഈ സർക്കാർ. സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ. അതിന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ. തറക്കല്ലിടത് മാത്രമല്ല, പണി തുടങ്ങുകയാണ് ചെയ്തത്. 1000 ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി. 2019 തീർക്കണം എന്നാണ് വെച്ചത്. പക്ഷേ സർക്കാർ മാറി. ഈ ഗവൺമെന്റ് പിന്നെന്താ ചെയ്യാനുള്ളത്? ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നും മൂവ്മെന്റേ ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് PR വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ M. വിൻസെന്റിനോട്. ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിന്റെ ധീരമായ ഒരു തീരുമാനം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത്. കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ പുറകിലുള്ള ശക്തിയെന്ന്. അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത്, ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ്. വിഴിഞ്ഞം പദ്ധതി ഇന്ന്, വിഴിഞ്ഞം തുറമുഖം ഇന്ന് കമ്മീഷനിങ് ചെയ്യാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ സമയത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പോര് അത് തെളിഞ്ഞു വരികയാണ്. ഇപ്പോഴും ആ പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് LDF UDF
മുന്നണികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എം വിൻസെന്റ് MLA ആണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതിന് ശേഷം തത്സമയ മാധ്യമങ്ങളെ കണ്ട, ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ MLA ഉണ്ടായിരുന്നു. നമുക്ക് ടോബി ജോൺസൺ ഉണ്ട് നമ്മുടെ കൂടെ. ടോബി, വെരി ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുകയാണ്, കേരള വികസനത്തിന് കുതിപ്പ് കൂട്ടും എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പോര് തുടരുമെന്ന് തന്നെയല്ലേ ഈ സൂചനകൾ നൽകുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയ പോര് അത് തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പ്രഖ്യാപനവും ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം 2015 ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്തായാലും പദ്ധതി കമ്മീഷനിങ്ങിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി. അങ്ങനെ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ അവഗണിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇന്ന് വിൻസെന്റ് MLA ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് പോകണം എന്നുള്ള, അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി ഈ വിഷയത്തിൽ ചർച്ചയാകണം, അല്ലെങ്കിൽ ഈ കമ്മീഷനിങ് നടക്കുമ്പോൾ ചർച്ചയാകണമെന്നൊരു കാര്യം ഇവർക്കുണ്ടായിരുന്നു, കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എം വിൻസെന്റ് ഇവിടെ എത്തി, അതായത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയുടെ കല്ലറയിലെത്തി ആ ഒരു ചടങ്ങിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ചാണ്ടി ഉമ്മനും ഒപ്പമുണ്ട്. ചാണ്ടി ഉമ്മനും അല്പസമയം മുമ്പ് പറഞ്ഞത് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി LDF ശ്രമിക്കുന്നു എന്നാണ്. അതായത് ഇതിന്റെ തറക്കല്ലിട്ടതും ഇതിന്റെ നിർമ്മാണം തുടങ്ങിയതുമെല്ലാം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ട ഒരു വ്യക്തിത്വം ഉമ്മൻചാണ്ടിയാണ്. അതിന് സർക്കാർ തയ്യാറാകാത്തത് ശരിയല്ല എന്നുള്ളൊരു വിമർശനമാണ് ഉള്ളത്. എന്തായാലും ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എം വിൻസെന്റ് ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതിഷേധം അവർക്കുണ്ട്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് തനിക്ക് ഒരു തരത്തിലുള്ള ക്ഷണവും ലഭിച്ചില്ല, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ഇതൊരു കടൽ കൊള്ളയാണെന്ന് പിണറായി വിജയൻ, ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ശരി ജോബി, എന്തായാലും ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പോരായി ഇത് മാറുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് വിവാദം അതിപ്പോൾ എന്തായാലും ഇന്നത്തെ ചടങ്ങിൽ അത് പ്രൗഢഗംഭീരമായ ചടങ്ങാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാൻ നോക്കുന്നത് എന്താണെന്ന് അറിയോ ചേച്ചി, ഇന്നിപ്പോൾ അവിടെ സംസാരിക്കുന്ന നേതാക്കൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെ UDF LDFന്റെ നേതാക്കളുണ്ടാകും. അപ്പോൾ അവിടെ പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നത് വളരെ കൗതുകം നിറഞ്ഞതായിരിക്കും. അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ. അതെ, അപ്പോൾ എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്. വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട ആ വാർത്തകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വിഴിഞ്ഞം വിജയം. അപ്പോൾ പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം ഇന്നിങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനായി സമർപ്പിക്കുന്നത്. സമുദ്ര വാണിജ്യ മേഖലയുടെ കവാടമായി മാറാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കേണ്ടത്. റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഷഫീദ് റാവുത്തറാണ്. 1940-ൽ CP രാമസ്വാമി അയ്യർ കണ്ണടച്ച് കണ്ടൊരു സ്വപ്നം ദാ ഇന്ന് നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ സാക്ഷാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വിശാല വികസന സാധ്യതകൾ തുറന്നിരുന്ന വിഴിഞ്ഞം തുറമുഖം അങ്ങനെ നമുക്ക് സ്വന്തമാവുകയാണ്. തൊണ്ണൂറുകളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത്. 2015-ൽ കരാർ ഒപ്പിട്ടു. അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി. 2019-ൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലതു തടസ്സമായി. 2024 ജൂലൈ 11-ന് ആദ്യ ചരക്ക് കപ്പലെത്തി. ട്രയൽ റൺ കാലത്തു തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെത്തിയ അപൂർവ തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം. പ്രത്യേകതകൾ പലതുണ്ട് വിഴിഞ്ഞത്തിന്. അതിൽ പ്രകൃതി സമ്മാനിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാ ഇക്കാണുന്ന തീരത്തിന്റെ സ്വാഭാവിക ആഴം 20 മീറ്റർ. അങ്ങനെ രാജ്യത്തെ തന്നെ മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ആദ്യ മദർ പോർട്ടാകുന്നു വിഴിഞ്ഞം. സ്വാഭാവിക ആഴമുള്ള ഏതു കാലാവസ്ഥയിലും കപ്പലടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. വിഴിഞ്ഞത്ത് ഡ്രഡ്ജിംഗ് ഇല്ലാതെ 20 മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകും. ഇത്തരം തുറമുഖങ്ങൾ അപൂർവമാണ്.
കൊളംബോ, സിംഗപ്പൂർ, ദുബൈ തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ്. പദ്ധതി പ്രദേശത്ത് മണൽ സഞ്ചാരവും കുറവ്. ലോകത്തെ തിരക്കേറിയ 2 കപ്പൽചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ആഗോള ചരക്കു നീക്കത്തിന്റെ 40% വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെക്കൂടി. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തെ കപ്പൽചാലിലൂടെ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം ഇക്കാണുന്ന പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടറാണ്. അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു. 100 വർഷമാണ് പ്രതീക്ഷിക്കുന്ന കാലാവധി. നിലവിൽ 3 കിലോമീറ്റർ നീളം, 10 മീറ്റർ വീതി, 20 മീറ്റർ ആഴം, അതായത് 9 നില കെട്ടിടത്തിന്റെ ഉയരം. എന്താണ് വിഴിഞ്ഞം തുറമുഖത്തുള്ളത്? ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. ഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കാൻ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, 24 യാർഡ് ക്രെയിൻ. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ബെർത്തിന്റെ നീളം 800 മീറ്റർ, അതായത് 2 കൂറ്റൻ മദർഷിപ്പുകൾ ബെർത്ത് ചെയ്യും. വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുന്നത് കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്കു മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രം. കയറ്റുമതിയും ഇറക്കുമതിയും നടക്കണമെങ്കിൽ റോഡ് റെയിൽ പാതകൾ സജ്ജമാകണം. റോഡ് നിർമ്മാണം പൂർത്തിയായില്ല. റെയിൽപാത നിർമ്മാണം തുടങ്ങിയിട്ടുമില്ല. കപ്പലിലെത്തുന്നവർക്ക് കരക്കിറങ്ങാൻ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും സജ്ജമാകണം. തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം, അതായത് 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സകല അനുമതിയും നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൂടി പൂർത്തിയാകുമ്പോൾ ബെർത്തിന്റെ നീളം 2000 മീറ്റർ ആകും. അതായത് 5 മദർഷിപ്പുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സജ്ജമാകും. 2034 തുറമുഖത്തിന്റെ വരുമാന വിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങും. പക്ഷെ അപ്പോഴും തുറമുഖം അദാനിയുടെ കയ്യിലായിരിക്കും. 60 വർഷം കാത്തിരിക്കണം കേരളത്തിന് നമ്മുടെ തുറമുഖം സ്വന്തമാകാൻ. അതുകൊണ്ടാണ് പറയുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും യദുവിനുമൊപ്പം ഷഫീദ് റൗട്ടർ, 24 തിരുവനന്തപുരം. നമ്മളുള്ളത് വൈറ്റില കുന്നറ പാർക്കിലാണ്. ഇവിടെ മനോഹരമായ ഒരു പാർക്കാണ്. തലമുട്ടരുത് കേട്ടോ, എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? അതെ, വിഴിഞ്ഞത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. പ്രഖ്യാപിച്ച അനുബന്ധ പദ്ധതികൾ പൂർത്തിയായാലേ ഉദ്ദേശിച്ച നേട്ടം കൈവരിക്കാൻ കഴിയും. യെസ്, അനുബന്ധ വികസന പദ്ധതികൾ എവിടെ വരെയായി എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമിടുന്നത് ഒരു പ്രദേശത്തിന്റെ മാത്രം വികസനമല്ല, സംസ്ഥാനത്തിന്റെ മുഴുവൻ വികസനം ലക്ഷ്യം വെച്ച തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ തന്നെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. റോഡ്, റെയിൽ ഗതാഗതങ്ങളാണ് അനുബന്ധ വികസനത്തിൽ ഏറ്റവും പ്രധാനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന വികസനം ഒന്നുമായിട്ടില്ല. കരാർ പ്രകാരം 2022 മെയ് മാസത്തിലായിരുന്നു റെയിൽപാത സ്ഥാപിക്കേണ്ടത്. വിഴിഞ്ഞത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ വരുന്നതാണ് റെയിൽപാത. ദക്ഷിണ റെയിൽവേയുടെ അനുമതി ലഭിച്ചു. പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. 2028 ഡിസംബറിൽ പണി പൂർത്തിയാക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. പല വഴികളിലായാണ് റോഡ് വികസനം. 2 കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തുറമുഖത്ത് നിന്ന് തലക്കോട് വെച്ച് NH 66മായി യോജിക്കുന്ന നിലയിലാണ് റോഡിന്റെ ഡിസൈൻ. ബ്രേക്ക് വാട്ടർ നിർമ്മാണം ആസൂത്രണം ചെയ്ത 3000 മീറ്ററും പൂർത്തിയായി. 400 മീറ്റർ വീതമുള്ള 2 കണ്ടെയ്നർ ബർത്തുകൾ പൂർത്തിയായി. 5 കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 13 കെട്ടിടങ്ങൾ ഇനിയും പൂർത്തിയാവാനുണ്ട്. 65 ഹെക്ടറിൽ 7 ഹെക്ടർ കണ്ടെയ്നർ യാർഡ് മാത്രമാണ് പൂർത്തിയായത്. ഇനിയും 58 ഹെക്ടർ ബാക്കി. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുമെന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക ഇടനാഴിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോവളം, ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴിക്ക് 500 കോടി അനുവദിച്ചിട്ടുണ്ട്. 2026 പദ്ധതി പൂർത്തിയാകും എന്നാണ് പ്രഖ്യാപനം. വിവിധോദ്ദേശ പാർക്കുകളും ഉൽപാദന കേന്ദ്രങ്ങളും സംഭരണ സംസ്കരണ കേന്ദ്രവും കയറ്റിറക്ക് കേന്ദ്രങ്ങളും തയ്യാറെടുക്കുകയാണ്. കടമ്പകളേറെ കടക്കാനുണ്ട്.
പറഞ്ഞതിൽ പലതും ഇനിയും പൂർത്തിയാവാനുമുണ്ട്. എല്ലാം കഴിഞ്ഞ ഒറ്റക്കെട്ടായി സംസ്ഥാനം വികസനത്തിൻ്റെ ഒരു പുതുചരിത്രം എഴുതട്ടെ. ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് വിഴിഞ്ഞത്തെ കഥ. നമുക്ക് ഇന്ന് എന്താണ് അവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ അറിയണം. മാത്രമല്ല പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം കമ്മീഷനിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ജനാവലി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് തങ്ങുന്നത്. വലിയൊരു പടുകൂറ്റൻ വേദിയൊക്കെയാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? അതെ, 11 മണിക്കാണ് കമ്മീഷനിങ് ചടങ്ങുകൾ. അപ്പോൾ നമുക്ക് സലീം മാലിക്കും ഉണ്ട്, ഉമേഷ് ബാലകൃഷ്ണനുമുണ്ട്. അവർ രണ്ടുപേരോടും ചോദിച്ചറിയാം. സലീം മാലിക്കിലേക്കാണ് ആദ്യം. സലീം, വെരി 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 ഗുഡ് മോർണിംഗ്. പതിറ്റാണ്ടുകളായുള്ള നമ്മുടെ ആ ഒരു കാത്തിരിപ്പ് വികസന സ്വപ്നത്തിലേക്കുള്ള കുതിപ്പ് അതിന് സ്വാധീനം ചെലുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. വലിയ സന്തോഷത്തോടു കൂടി, വലിയ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുക, ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിൽക്കാൻ കഴിയുന്നത്. കാരണം അത് കേവലം പതിറ്റാണ്ടുകളുടെ സ്വപ്നമല്ല, അതിനുമപ്പുറത്തേക്ക് 1000 രാജവംശകാലത്തെ കേരളം കണ്ടൊരു സ്വപ്നം, വിഴിഞ്ഞത്തൊരു തുറമുഖം എന്നുള്ളൊരു സ്വപ്നം. ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാവുകയാണ്, നമ്മുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ്. ആ തുറമുഖം ഇന്ന് രാജ്യത്തിന് സ്വന്തമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 11 മണിക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ അതിൻ്റെ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്നതോടുകൂടി രാജ്യത്തിന് തന്നെ സ്വന്തമാവുകയാണ്. ഇതിനോടകം തന്നെ ഇതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിൽ, ട്രയൽ റണ്ണിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇതിനോടകം തന്നെ നേടിയ തുറമുഖം എന്ന പ്രത്യേകത കൂടി ഈ തുറമുഖത്തിനുണ്ട്. അതിൻ്റെ ആ പ്രത്യേകത കൂടി, അതിൻ്റെ ഈ സ്വാഭാവിക ആഴം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ സ്വാഭാവികമായ പ്രത്യേകതകൾ, അതിന് അപ്പുറത്തേക്ക് ഇവിടേക്ക് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ഈ കമ്പനിയുമൊക്കെ അദാനി ലിമിറ്റഡുമൊക്കെ ചേർന്നൊരുക്കിയ ഒരു വിസ്മയം, ഒരു വലിയ വിസ്മയം ഇവിടെ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചു കയറാൻ കഴിയുന്ന നിലയിലുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ 1.5 മണിക്കൂറിൽ പൂർത്തിയാകണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം. 12:30 തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനു മുൻപ് തന്നെ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി 9:45 പുറത്തിറങ്ങും. ഹെലികോപ്റ്റർ മാർഗമാണ് ഇവിടേക്ക് എത്തുന്നത്. എത്തിയതിനു ശേഷം ഈ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് തന്നെ ഒരു 20 മിനിറ്റ് സമയം ഇതിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ സന്ദർശിക്കും. അതിനുശേഷം ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തും. പിന്നാലെ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തെ മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് തിരുവനന്തപുരത്തെ എംപിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. എം വിൻസെന്റ് MLA പങ്കെടുക്കും. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഗൗതം അദാനിയും ഒപ്പം തന്നെ കരൺ അദാനിയും പങ്കെടുക്കും. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതിന് അതിൻ്റെതായ രാഷ്ട്രീയം കൂടിയുണ്ട്. നിലവിൽ അങ്ങനെ ഈ രാഷ്ട്രീയമാനം കൂടിയുള്ളൊരു തുറമുഖമാണ്. ഇതിന്റെ പുറത്ത് വലിയ പോലീസ് വിന്യാസം, ഇതിനോടകം തന്നെ നമ്മൾ ഈ വിഴിഞ്ഞത്തേക്ക് കടക്കുന്ന ഭാഗം മുതൽ തന്നെ വലിയ പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലും വിഴിഞ്ഞത്തുമായി 4000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉള്ള വലിയ ഈ ബോംബ് ഭീഷണി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വ്യാജ സന്ദേശമാണെങ്കിൽ കൂടി സാധാരണയിൽ കവിഞ്ഞ പോലീസ് വിന്യാസം ഇവിടേക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ നിലയിലാണ് ഇവിടുത്തെ നിലവിലുള്ള പോലീസിന്റെ ക്രമീകരണം. അത് ഈ വിഴിഞ്ഞത്ത് നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്ന പോലീസിന്റെ വിന്യാസം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ അത് വലിയ നിലയിൽ കൂടുതൽ പോലീസുകാരെ ഇവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തുറമുഖത്തിന്റെ കവാടത്തിന് മുൻപിലാണ്. ആ കവാടത്തിന് മുൻപിലും വലിയ പോലീസ് വിന്യാസവും വലിയ സുരക്ഷയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ പൊതുജനങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചു. തീർച്ചയായിട്ടും സലീം, അത് സ്വാഭാവികമാണ്. കാരണം പ്രധാനമന്ത്രി ഉണ്ട്. മാത്രവുമല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ തുറമുഖമാണ് അല്ലേ, ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ അതിന്റെ കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രാജ്ഭവനിലേക്ക് ഒന്ന് പോകണം. അവിടെ രാജ്ഭവന് മുന്നിൽ ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് ഇന്നലെ രാത്രി തങ്ങിയത്. അപ്പോൾ എത്ര മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഇനി മണിക്കൂറുകൾ മാത്രം വിഴിഞ്ഞത്തെ രാജ്യത്തിന് സമർപ്പിക്കാനുള്ള സമയം ശേഷിക്കുന്നുള്ളൂ. രാജ്ഭവനിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ന് കൃത്യം ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം 9:45 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ബേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് എത്തും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പാങ്ങോടേക്കുള്ള റോഡ് പൂർണ്ണമായി ബാരിക്കേഡുകൾ കൊണ്ട്
വന്നു കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ പാർട്ടി പ്രവർത്തകരെയും മറ്റ് പ്രധാനമന്ത്രിയെ കാണാനെത്തുന്നവരെയും എല്ലാം ബാരിക്കേഡിന് സമീപത്തേക്ക് നിർത്തി അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ചെക്ക് ചെയ്ത് അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇന്നലെയും ട്രയൽ റൺ ഉണ്ടായിരുന്നു. ട്രയൽ റൺ എല്ലാം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്ഭവനിൽ മുന്നിൽ, അതായത് രാജ്ഭവന് മുന്നിലൂടെയുള്ള വാഹനങ്ങൾ, സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഒന്നിലധികം വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു. വ്യാജ ബോംബ് ഭീഷണിയാണെങ്കിൽ പോലും നേരത്തെ സലീം പറഞ്ഞതുപോലെ അതും ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തലസ്ഥാന നഗരത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഗവർണർ രാജേന്ദ്ര അൽറേക്കറും പ്രധാനമന്ത്രിക്കൊപ്പം തിരിക്കുന്നുണ്ട്. ഇവർ ഒന്നിച്ചായിരിക്കും മിലിറ്ററി ബേസിലെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് തിരിക്കുക. എന്തായാലും 9:45 ഇവിടുന്ന് തിരിക്കും. കൃത്യം 10:30 വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞാൽ 10:00 ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്, ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന പൂർണ്ണമായി ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ക്രെയിൻ സംവിധാനങ്ങളും അതിന്റെ മറ്റ് ക്രമീകരണങ്ങളും അദ്ദേഹം പരിശോധിക്കും. എന്തായാലും ഈ സുരക്ഷാ വലയത്തിൽ തന്നെയായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം നഗരം. രമേശ്, അപ്പോൾ എന്തായാലും 11 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞത്തേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒട്ടാകെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വികസനത്തിന്റെ ഉദയം. അപ്പൊ അവിടെ സൂര്യോദയം നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ പ്രേക്ഷകര് ആ സൂര്യോദയം കണ്ടുകൊണ്ട് നമ്മുടെ വികസനത്തിന്റെ ആ ഒരു ഉദയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.